You have met a farmer, a postman, and a postmaster in the story Letter to God. Read the following song and find out what the people of the town do. ലെറ്റർ ടു ഗോഡ് എന്നുള്ള സ്റ്റോറിയിൽ നമ്മൾ ആരെയെല്ലാം കണ്ടു? എ ഫാമർ, ഒരു കർഷകനെ കണ്ടു. എ പോസ്റ്റ്മാൻ, ഒരു പോസ്റ്റ്മാനെ കണ്ടു. എ പോസ്റ്റ് മാസ്റ്റർ, ഒരു പോസ്റ്റ് മാസ്റ്ററെയും കണ്ടു. ഇവിടെ താഴെ തന്നിരിക്കുന്ന പോയം വായിച്ചിട്ട് അതിൽ ആരൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. പീപ്പിൾ ഇൻ മൈ ടൗൺ. I see a firefighter fighting fires. I see a car mechanic changing tires. I see a pilot flying through the air. I see a barber cutting people's hair. I see the people in my town and I say, "Hey brother, what's going on?" ആദ്യത്തെ ലൈൻസ് നോക്കൂ. ആരെയൊക്കെയാണ് കണ്ടത് പോയിട്ട്? I see a firefighter fighting fires. I see a car mechanic changing tires. I see a pilot flying through the air. I see a barber cutting people's hair. I see the people in my town and I say, "Hey brother, what's going on?" Firefighter, അഗ്നിശമന സേനാനിയെ കണ്ടു. കാർ മെക്കാനിക്കിനെ കണ്ടു. പൈലറ്റ് ഫ്ലൈയിങ് ത്രൂ ദ എയർ. പിന്നെയോ ബാർബർ കട്ടിംഗ് പീപ്പിൾസ് ഹെയർ. ഫയർഫൈറ്റർ, മെക്കാനിക്, പൈലറ്റ്, ബാർബർ. അടുത്ത വരികൾ നോക്കൂ. I see a postman with the mail. I see a policeman putting folk in jail. I see a lifeguard at the swimming pool. I see the teachers at the local schools. I see the people in my town and I say, "Hey brother, what's going on?" വേറെ ആരെയൊക്കെയാണ് കണ്ടത്? പോസ്റ്റ്മാൻ വിത്ത് ദ മെയിൽ, പോലീസ്മാൻ, ലൈഫ് ഗാർഡ് അറ്റ് ദ സ്വിമ്മിംഗ് പൂൾ, ടീച്ചേഴ്സ്, പിന്നെയോ ഡോക്ടേഴ്സ്, നഴ്സസ്, ആസ്ട്രോനോട്ട്സ്, ജഡ്ജസ്, ലോയേഴ്സ് ഇൻ ദ കോർട്സ്. ഐ സീ ആൻ ആക്ടർ ആക്ടിംഗ് ഓൺ ദ സ്റ്റേജ്. ഐ സീ എ റൈറ്റർ റൈറ്റിംഗ് ഓൺ എ പേജ്. ഐ സീ എ ഷെഫ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ് and a waiter asking what you want. I see the people in my town and I say, "Hey brother, what's going on?" Doctors, nurses, astronauts, judges, lawyers in the courts. I see the people in my town and I say, "Hey brother, what's going on?" I say, "Hey brother, what's going on?" What different occupations are mentioned in the song? Make a list of them. ഏതൊക്കെ ഓക്യുപ്പേഷൻസിനെ കുറിച്ചാണ് ഈ പോയത്തിൽ പറയുന്നത്? ഫയർ ഫൈറ്റർ, മെക്കാനിക്, പൈലറ്റ്, ബാർബർ, പോസ്റ്റ്മാൻ, പോലീസ്മാൻ, ലൈഫ് ഗാർഡ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, ആസ്ട്രോനോട്ട്സ്, ജഡ്ജസ്, ലോയേഴ്സ്, ആക്ടർ, റൈറ്റർ, ഷെഫ്, വെയിറ്റർ. ഇവരെ എല്ലാവരെയും നിങ്ങൾക്കറിയാമോ? ഫയർ ഫൈറ്റർ എന്നാൽ അഗ്നിശമന സേനാനിയാണ്. തീപിടുത്തം നടക്കുമ്പോൾ തീ കെടുത്തുവാനായിട്ട് നമ്മൾ വിളിക്കില്ലേ? ഫയർ ഫൈറ്റർ, ഫയർ ഫൈറ്റർ. ആസ്ട്രോനോട്ട്സ്, ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ യാത്രികനാണ് ആസ്ട്രോനോട്ട്. ഷെഫ് ആരാണ്? ഷെഫാണ് പാചകം ചെയ്യുന്നയാള്. വെയിറ്ററോ? പരിചാരകനാണ് വെയിറ്റർ. ലൈഫ് ഗാർഡ് ആരാണ്? സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തും ബീച്ചിലുമെല്ലാം കാണാറില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് ആര്? ലൈഫ് ഗാർഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പറയൂ, വാട്ട് ഡു യു വാണ്ട് ടു ബി വെൻ യു ഗ്രോൺ അപ്പ് ആൻഡ് വൈ? വലുതാവുമ്പോൾ ആരാവാനാണ് നിങ്ങൾക്കിഷ്ടം? Look at the following pictures. Identify the occupations and write the names of the occupations in the boxes given below each picture. നമ്മളിപ്പോൾ സോങ്ങിൽ കണ്ടില്ലേ ഏതൊക്കെ ഓക്യുപ്പേഷൻസ് ആണെന്ന്? അത് തന്നെയാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കി ആരൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം.
ബോക്സിൽ അവരുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഫയർ ഫൈറ്റർ, മെക്കാനിക്, പൈലറ്റ്, ഹെയർ ഡ്രസ്സർ, പോസ്റ്റ്മാൻ, പോലീസ് വുമൺ, ലൈഫ് ഗാർഡ്, ടീച്ചർ, ഡോക്ടർ, മ്യൂസീഷ്യൻ, അസ്ട്രോനോട്ട്, ആർട്ടിസ്റ്റ്, ലോയർ, നഴ്സ്, ആക്ടർ, റൈറ്റർ, ഷെഫ്, വെയ്റ്റർ, ഡെന്റിസ്റ്റ് ആൻഡ് കാർപ്പൻ്റർ. ഇത്രയും പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രം നോക്കി നിങ്ങൾ എഴുതണം. ആക്ടിവിറ്റി 5. We need help from other people on different occasions. Who will you approach on the following occasions? താഴെ തന്നിരിക്കുന്നത് കുറച്ച് ഒക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ആരെയാണ് സമീപിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. യു വാണ്ട് ടു മേക്ക് എ ടേബിൾ. നിങ്ങൾക്കൊരു ടേബിൾ ഉണ്ടാക്കണം. നിങ്ങൾ ആരെയാണ് സമീപിക്കുക ടേബിൾ ഉണ്ടാക്കാൻ? യെസ്, കാർപ്പൻ്റർ. കാർപ്പൻ്ററിനെയാണ് സമീപിക്കുക. യു വാണ്ട് ടു ഗെറ്റ് യുവർ ഹെയർ കട്ട്. ഹെയർ കട്ട് ചെയ്യാൻ ആരെയാണ്? ബാർബർ. ബാർബറിനെ സമീപിക്കും. യു വാണ്ട് ടു പെയിന്റ് യുവർ ഹൗസ്. വീട് പെയിന്റ് ചെയ്യാനാണെങ്കിലോ? പെയിന്റർ. വെൻ യു ആർ ഇൽ. ഡോക്ടർ. When a thief breaks into your house. When a thief breaks into your house. Police. Policeman. When a fire breaks out. പെട്ടെന്ന് തീ പിടിച്ചാലോ? ഫയർ ഫൈറ്റർ. When your bicycle needs repair. Mechanic. You want to change a water tap. Plumber. അപ്പോൾ ആരൊക്കെയാണ്? Want to make a table? Carpenter. Want to get your haircut? Barber. You want to paint your house? Painter. When you are ill? Doctor. When a thief breaks into your house? Police. When a fire breaks out? Firefighter. When your bicycle needs repair? Mechanic. You want to change a water tap? Plumber. The postmaster in the story said, I wish I had the faith of the man who wrote this letter. The postmaster expressed his strong wish here. Now, look at the following. Suja has to do a project on the topic Rivers of India. But she can't find any books to refer to. There is no library near her house. Look at how she expresses her wish. ലെറ്റർ ടു ഗോഡ് എന്ന കഥയിൽ ലെഞ്ചോയുടെ കത്ത് വായിച്ചിട്ട് പോസ്റ്റ് മാസ്റ്റർ എന്താ പറഞ്ഞത്? ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹൂ റോട്ട് ദിസ് ലെറ്റർ. പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ സ്ട്രോങ് വിഷ് ആണ് അവിടെ എക്സ്പ്രസ് ചെയ്തത്. അതിയായ ആഗ്രഹം. എന്ത്? ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹൂ റോട്ട് ദിസ് ലെറ്റർ. ഈ കത്തെഴുതിയ ആളുടെ വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പോസ്റ്റ് മാസ്റ്റർ അവിടെ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് മാസ്റ്ററുടെ സ്ട്രോങ് വിഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കൂ, സുജ ഹാസ് ടു ഡു എ പ്രൊജക്ട് ഓൺ ദ ടോപ്പിക് റിവേഴ്സ് ഓഫ് ഇന്ത്യ. റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിനെ കുറിച്ച് സുജയ്ക്കൊരു പ്രൊജക്റ്റ് ചെയ്യണം. ബട്ട് ഷി കാണ്ട് ഫൈൻഡ് എനി ബുക്സ് ടു റെഫർ ടു. അവൾക്ക് റെഫർ ചെയ്യുന്നതിനായി ഒരു ബുക്ക് പോലും കിട്ടിയിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദർ ഈസ് നോ ലൈബ്രറി നിയർ ഹെർ ഹൗസ്. അവളുടെ വീടിന്റെ അടുത്തെങ്ങും ഒരു ലൈബ്രറി പോലും ഇല്ല. ലുക്ക് അറ്റ് ഹൗ ഷീ എക്സ്പ്രസസ് ഹെർ വിഷ്. നോക്കൂ, അവൾ എങ്ങനെയാണ് അവളുടെ വിഷ് എക്സ്പ്രസ് ചെയ്യുന്നത്? എങ്ങനെയാവും പറയുക? ഐ വിഷ് ഐ ഹാഡ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. എൻ്റെ വീടിനടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലേ അവൾ പറയുക, അവൾ എക്സ്പ്രസ് ചെയ്യുക. എങ്ങനെ പറയാം? ഐ വിഷ് ഐ ഹാഡ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. ഐ വിഷ് ഐ ഹാഡ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. Tom always thinks of buying a bicycle, but his father says he will buy a bicycle for him
only after 2 years. He felt very disappointed. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോം എപ്പോഴും ഒരു ബൈസിക്കിൾ വാങ്ങുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവൻ്റെ അച്ഛൻ എന്താ പറഞ്ഞത്? 2 വർഷത്തിന് ശേഷം മാത്രമേ അവന് ബൈസിക്കിൾ വാങ്ങി കൊടുക്കുകയുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ടോമിന് ഭയങ്കര നിരാശയാണ്. ഹി ഫെൽറ്റ് വെരി ഡിസപ്പോയിൻറ്റഡ്. ടോം എങ്ങനെ അവൻ്റെ ആഗ്രഹം പറയും? ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ. അടുത്ത് നോക്കൂ. ഹിയർ സുജ ആൻഡ് ടോം എക്സ്പ്രസ് their feelings using I wish. Look at the pictures below. Complete the sentences beginning with I wish. സുജയും ടോമും അവരുടെ വിഷസ്, ആഗ്രഹങ്ങൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത്? ഐ വിഷ് എന്ന് പറഞ്ഞിട്ടാണ് അവർ സെന്റൻസ് പറഞ്ഞത് അല്ലേ? അതുപോലെ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി സെന്റൻസ് പൂർത്തിയാക്കുക. എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഐ വിഷ്. ഐ വിഷ് കഴിഞ്ഞ് വെർബിന്റെ പാസ്റ്റ് ഫോമാണ് വരേണ്ടത്. ഇവിടെ നോക്കൂ, ഒരു ലോറി ഓടിക്കുന്ന ആൾ, അയാളുടെ ആഗ്രഹം എന്താണ്? എന്താവാം? നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ഐ വിഷ് ഐ ബോട്ട് എ ന്യൂ കാർ. ഒരു പുതിയ കാർ വാങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ ബോട്ട് എ ന്യൂ കാർ. ബൈ എന്നാൽ വാങ്ങുക എന്നല്ലേ? ബൈയുടെ പാസ്റ്റ് ഫോമായ ബോട്ട് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐ വിഷ് ഐ ബോട്ട് എ ന്യൂ കാർ. ഇതുപോലെ ഇവിടെ തന്നിരിക്കുന്നത് കൂട്ടുകാർ എഴുതി പൂർത്തിയാക്കുക. Look at the following sentence. Lenjo went to the post office earlier than usual. The word early has 2 other degrees. Earlier, earliest. Look at the pictures given below and fill in the blanks. Earlier എന്നുള്ളതിന് വേറെ 2 ഡിഗ്രി ഫോമുകളും കൂടി ഉണ്ട്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏർലി എന്ന വാക്കിന് ഏർലി, ഏർലിയർ, ഏർലിയസ്റ്റ് എന്നുണ്ട്. അതുപോലെ നോക്കൂ, യങ്, യങ്ങർ, യങ്ങസ്റ്റ്. മനസ്സിലായോ? യങ്, യങ്ങർ, യങ്ങസ്റ്റ്. ഇവിടെ ഏതാവും വരിക? സ്ലോവർ എന്ന് തന്നിട്ടുണ്ട്. വേറെ 2 ഫോം ഏതാണ്? സെക്കൻഡ് ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്, സ്ലോവർ. എന്തിന്റെ സെക്കൻഡ് ഫോമാണ് സ്ലോവർ? സ്ലോ, സ്ലോ, സ്ലോവർ, സ്ലോവസ്റ്റ്. സ്ലോ, സ്ലോവർ, സ്ലോവസ്റ്റ്. അടുത്തത് നോക്കൂ, തേർഡ് ഫോമാണ് തന്നിരിക്കുന്നത്, ടോളസ്റ്റ്. ആദ്യത്തേതും രണ്ടാമത്തേതും എഴുതുക. ടോളസ്റ്റിന്റെ ആദ്യത്തെ ഫോം എന്തായിരിക്കാം? ടോൾ, ടോൾ, ടോളർ, ടോളസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. ഇതെല്ലാം എന്താണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. യങ്, യങ്ങർ, യങ്ങസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. സ്ലോ, സ്ലോവർ, slowest. Look at the vehicles shown in the pictures and compare them using the words in the box. One is done for you. ചിത്രത്തിൽ എന്താണുള്ളത്? A car and an auto rickshaw. Bigger, more expensive, faster, heavier, lighter, slower, smaller. ഒന്നിനോട് താരതമ്യം ചെയ്യുന്നതിനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിച്ചില്ലേ, താരതമ്യപ്പെടുത്താനുള്ളത്. ബിഗ്ഗർ, മോർ എക്സ്പെൻസീവ്, ഫാസ്റ്റർ, ഹെവിയർ, ലൈറ്റർ, സ്ലോവർ, സ്മോളർ. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ വാക്കുകൾക്കും 3 ഡിഗ്രി ഉണ്ട്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ.
താരതമ്യം ചെയ്ത് പറയുന്നതിനാണ്. ഒന്ന് നിങ്ങൾക്കായി ഇവിടെ ചെയ്തിട്ടുണ്ട്. എ കാർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ ഓട്ടോറിക്ഷ. എ കാർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ ഓട്ടോറിക്ഷ. ഒരു ഓട്ടോറിക്ഷയെക്കാളും എക്സ്പെൻസീവ് ആണ് എന്ത്? കാറ്. വില കൂടിയതാണ്. എ കാർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയെക്കാളും വില കൂടിയതാണ് കാറ്. അടുത്തത്, എ കാർ ഈസ് ഫാസ്റ്റർ ദാൻ ആൻ ഓട്ടോറിക്ഷ. എ കാർ ഈസ് ഫാസ്റ്റർ ദാൻ ആൻ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയെക്കാളും വേഗത കൂടിയത് കാറാണ്. An autorickshaw is slower than a car. An autorickshaw is slower than a car. കാറിനേക്കാളും സ്ലോവർ ആണെന്ത്? an autorickshaw. ഇതുപോലെ ബാക്കിയുള്ള സെന്റൻസുകൾ നിങ്ങൾ എഴുതുക. In the story, you read the sentence, "Don't send the letter to me through the mail because the post office employees are a bunch of crooks." Lenjo gives his reason to God for asking him not to send the letter by post. എന്താണ് ലെഞ്ചോയുടെ കഥയിൽ നമ്മൾ പഠിച്ചില്ലേ? ലെഞ്ചോ പറഞ്ഞു, ദൈവത്തിന് കത്തെഴുതിയിട്ട് എന്താ പറഞ്ഞത്? ഇനി അയക്കുന്ന മണി പോസ്റ്റ് ഓഫീസ് വഴി അയക്കണ്ട. കാരണം, ബിക്കോസ്, കാരണം. എന്താണ് കാരണമായി പറഞ്ഞത്? ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാരൊക്കെ കൗശലക്കാരാണെന്നാണ് ലെഞ്ചോ കാരണമായി പറഞ്ഞത്. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. ഹിയർ ഈസ് എ ലിറ്റിൽ ബോയ് നിഖിൽ who always gives some reasons for his actions. ഇവിടെ ഒരു ലിറ്റിൽ ബോയ് നിഖിൽ, അവൻ എപ്പോഴും എന്തെങ്കിലും കാരണങ്ങൾ പറയും. അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എന്തെങ്കിലും ഒരു കാരണം പറയുന്ന ആളാണ്. When late to school, he would say, സ്കൂളിൽ വരാൻ വൈകുമ്പോൾ അവൻ എന്താണ് പറയുന്നത്? I am late because I missed the bus. ഞാൻ ലേറ്റ് ആയിപ്പോയി, കാരണം എനിക്ക് ബസ് കിട്ടിയില്ല, ബസ് മിസ്സായിപ്പോയി. I am late because I missed the bus. അതുപോലെ you can see what happened to Nikhil in one column and why it happened in the other. Write in the space provided the reasons he gave using because. ആദ്യത്തെ കോളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? My books got wet. നിഖിൽ പറഞ്ഞു, എൻ്റെ ബുക്കെല്ലാം നനഞ്ഞു പോയി. My books got wet. പിന്നെ എങ്ങനെയാണ് നിഖിൽ പറയുന്നത്? I am late because I missed the bus എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എങ്ങനെ പറയും? My books got wet because എന്തുകൊണ്ടാണ്? മഴ പെയ്തതുകൊണ്ടല്ലേ? It rained because it rained. My books got wet because it rained. Look at this picture. What is the nurse doing? ഫസ്റ്റ് കോളത്തിലേക്ക് നോക്കൂ, എന്താ എഴുതിയിരിക്കുന്നത്? I screamed. I screamed. നഴ്സ് എന്താണ് ചെയ്യുന്നത്? What is the nurse doing? The nurse gave an injection. The nurse gave an injection. I screamed because the nurse gave an injection. എന്തിനാണ് നിലവിളിച്ചത്? എന്തിനാണ് കരഞ്ഞത്? I screamed because the nurse gave an injection. അടുത്ത പിക്ചർ നോക്കൂ. I ran because എന്തുകൊണ്ടാണ് ഓടിയത്? I ran because a dog chased me. I ran because a dog chased me. ഒരു പട്ടി എൻ്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ടാണ് ഞാൻ ഓടിയത്. I ran because a dog chased me. Because എന്നാൽ കാരണം. ഒരു പട്ടി എൻ്റെ പിന്നാലെ ഓടിയത് കാരണം, എന്നെ ഓടിച്ചത് കാരണമാണ് ഞാൻ ഓടിയത്.
നഴ്സ് എന്നെ ഇഞ്ചക്ഷൻ വെച്ചത് കാരണമാണ് ഞാൻ നിലവിളിച്ചത്. ഐ സ്ക്രീംഡ് ബിക്കോസ് ദ നഴ്സ് ഗേവ് ആൻ ഇഞ്ചക്ഷൻ. Look at the pictures given below. What do you see in the picture? A woman is waiting for the bus. എവിടെയാണ് ആ സ്ത്രീ നിൽക്കുന്നത്? ബസ് സ്റ്റോപ്പിലാണ് അല്ലേ? A woman is waiting for the bus. Next picture നോക്കൂ. What do you see now? The bus is coming. ബസ് വരുന്നുണ്ട്. ആദ്യത്തെ പിക്ചറിൽ a woman is waiting for the bus. പിന്നെയോ the bus is coming. What did the woman do when the bus came? ബസ് വന്നപ്പോൾ എന്താണ് സ്ത്രീ ചെയ്തത്? When the bus came, the woman got into it. When the bus came, ബസ് വന്നപ്പോൾ the woman got into it. Now, look at the pictures below and answer the questions as shown in the example. മുകളിൽ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഉള്ളതുപോലെ തന്നെ താഴെ ഈ തന്നിരിക്കുന്നതെല്ലാം പൂർത്തിയാക്കുക. Are the signals turned on? No, the signals are not turned on. Are the signals turned on? No, the signals are not turned on. What do you see now? The green signal is turned on. The green signal is turned on. When did the vehicle move? എപ്പോഴാണ് വാഹനങ്ങൾ ചലിക്കാൻ തുടങ്ങുന്നത്? നിർത്തിയിട്ട വാഹനങ്ങൾ എടുത്തു പോകുന്നത് എപ്പോഴാണ്? When the green signal turned on, the vehicles moved. When the green signal turned on, the vehicles moved. What is the dog doing? The dog is laying down. ആ നായ അവിടെ കിടക്കുകയാണല്ലേ? The dog is laying down. What did the dog see? എന്താണ് ആ ഡോഗ് കണ്ടത്? The dog saw a cat. ഒരു പൂച്ചയെ കണ്ടു. The dog saw a cat. ഒരു പൂച്ചയെ കണ്ടു. When did the dog bark? എപ്പോഴാണ് പട്ടി കുരയ്ക്കാൻ തുടങ്ങിയത്? When എപ്പോൾ? When did the dog bark? When the dog saw a cat, it barked. When the dog saw a cat, it barked. പൂച്ചയെ കണ്ടപ്പോഴാണ് പട്ടി കുരയ്ക്കാൻ തുടങ്ങിയത്. When the dog saw a cat, it barked. നായ പൂച്ചയെ കണ്ടപ്പോൾ കുരച്ചു. When the dog saw a cat, it barked. What do you see? A lotus bud. ഒരു താമരമൊട്ട്. A lotus bud. What do you see now? Next picture നോക്കൂ. What do you see now? The sun rises up. The sun rises up. സൂര്യൻ ഉദിച്ചു അല്ലേ? സൂര്യൻ ഉദിച്ചു വരുന്നു. The sun rises up. When did the lotus bud open? When did the lotus bud open? When the sun rose up, the lotus bud opened. When the sun rose up, the lotus bud opened. സൂര്യൻ ഉദിച്ചപ്പോൾ താമരമൊട്ട് വിരിഞ്ഞു. When the sun rose up, the lotus bud opened. നെക്സ്റ്റ് നോക്കൂ. നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെയാണ് ഇതും എഴുതേണ്ടത്. കൂട്ടുകാർ എഴുതാൻ ശ്രമിക്കുമല്ലോ. Editing. Here is a description of Lenjo's village. There are certain errors in it. They are underlined. Edit them. എന്താണ്? ലെൻജോയുടെ വില്ലേജിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ ചില തെറ്റുകളുണ്ട്. അടിവരയിട്ട പദങ്ങളാണ് തെറ്റായിട്ടുള്ളത്. അവ തിരുത്തി എഴുതുക. നോക്കൂ. The morning sun rose up in the sky. The morning sun rose up in the sky. The snow covering the field slowly begin to melt. Begin എന്ന വാക്കാണ് അവിടെ തെറ്റായിട്ടുള്ളത്.
എന്താണ് ഈ സെന്റൻസിൽ പറയുന്നത്? സൂര്യൻ ഉദിച്ചു, ദ സ്നോ കവറിംഗ് ദ ഫീൽഡ് സ്ലോലി ബിഗിൻ ടു മെൽറ്റ് എന്നാണല്ലേ. ബിഗിന് പകരം ഏതാ വരിക അവിടെ? ബിഗിൻ എന്നാൽ ആരംഭിക്കുക എന്നാണ്. സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ എന്താണ്? സ്നോ, ഫീൽഡിലുള്ള സ്നോ എല്ലാം ഉരുകാൻ ആരംഭിച്ചു എന്നല്ലേ വരേണ്ടത്. ബിഗിൻ എന്നാൽ ആരംഭിക്കുക എന്നാണ്. ആരംഭിച്ചു എന്ന് വരണ്ടേ? തുടങ്ങി എന്ന് വരണ്ടേ? ഏത് വാക്കാണ് വരിക? ബിഗിനിന്റെ പാസ്റ്റ് ഫോം ബിഗാൻ വരും അല്ലേ. ബിഗാൻ. The morning sun rose up in the sky. The snow covering the field slowly began to melt. Slowly began to melt. Begin അല്ല, began എന്നാണ് വരിക. Leaves of grass peeped in clear water. എന്നുള്ളതാണ് തെറ്റ്. എന്താണ്? പുൽനാമ്പുകൾ വെള്ളത്തിലേക്ക് എത്തി നോക്കി എന്നാണ്. വെള്ളത്തിലേക്ക്, ക്ലിയർ, into clear water. Leaves of grass peeped into. ഇന്നല്ല, into എന്നാണ് വരേണ്ടത്. peeped into. The branches on the trees was free of snow. അപ്പോഴെന്തായി? സൂര്യൻ ഉദിച്ചു, മഞ്ഞെല്ലാം ഉരുകാൻ തുടങ്ങി. പിന്നെയോ the branches on the trees was free of snow. was എന്നാണ് അവിടെ തെറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? മരത്തിന്റെ ചില്ലകൾ, ചില്ല എന്നല്ല ചില്ലകൾ എന്നാണ്, ശിഖരങ്ങൾ, ബ്രാഞ്ചസ്. അപ്പൊ വാസാണോ അവിടെ വരിക? അല്ല. പിന്നെന്ത് വരും? വേറാണ് വരിക. വാസ് എന്നുള്ളത് സിംഗുലറിനെ കാണിക്കുന്നതാണ്. പ്ലൂറൽ ഫോം ആണ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് വന്നതുകൊണ്ട് വേർ, വേർ എന്നാണ് വരിക. The branches on the trees were free of snow. The birds flew in and on the branches sat. On the branches sat എന്നാണ് അവിടുത്തെ തെറ്റ്. എങ്ങനെ വരണം അത് പറയൂ? The birds flew in and sat on the branches. ചില്ലയിൽ ഇരുന്നു. sat on the branches. They dried their wing in the warm sun. wing ആണ് തെറ്റ്. ഒരു ചിറകേ ഉള്ളോ പക്ഷിക്ക്? ഒരു ചിറകല്ല അല്ലേ, 2 ചിറകുകളാണുള്ളത്. അപ്പൊ എങ്ങനെയാ പറയാ? വിങ് എന്ന് പറയോ? ഇല്ല. പിന്നെന്ത് പറയും? അതെ, വിങ്സ് എന്നാണ് പറയുക. They dried their wings in the warm sun.